വെൽക്കം ബാക്ക് എവരി വൺ. സൂപ്പർവൈസ്ഡ് ലേണിങ്ങിനെ കുറിച്ചും അതിലെ കാറ്റഗറീസിനെ കുറിച്ചുമാണ് ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. മെഷീൻ ലേണിങ്ങിൽ മറ്റൊരു കാറ്റഗറിയാണ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്. അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൽ മോഡൽ ലേബൽഡ് ഡേറ്റ സെറ്റ് യൂസ് ചെയ്താണ് ട്രെയിനിങ് ചെയ്യുന്നത്. മീൻസ് ഇൻപുട്ടും എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ടും ചേർന്ന ഡേറ്റ സെറ്റ് യൂസ് ചെയ്താണ് ട്രെയിൻ ചെയ്യിക്കുന്നത്. എന്നാൽ അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങിൽ ലേബൽഡ് ഡേറ്റ സെറ്റ്സ് ഉണ്ടായിരിക്കുകയില്ല. ഇൻപുട്ട് ഡേറ്റയിൽ നിന്ന് തന്നെ മോഡൽ പാറ്റേൺസ് ലേൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ലൈക്ക് ലേണിംഗ് വിത്തൗട്ട് എ ടീച്ചർ. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു പുതിയ സ്ഥലത്തേക്ക് നമ്മൾ എത്തുകയാണ് എന്ന് വിചാരിക്കുക. ഒരു പരിചയമില്ലാത്ത ഒരു പുതിയ സ്ഥലത്തേക്ക് നമ്മൾ എത്തുന്നു. ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു പ്ലേസിനെ കുറിച്ച് ഒരു നോളജും നമുക്കില്ല. ഈവൻ ഒരു മാപ്പ് പോലും ഇല്ല. എന്നാൽ നമ്മൾ തന്നെ ആ ഒരു പ്ലേസ് എക്സ്പ്ലോർ ചെയ്യുകയും ആ ഒരു പ്ലേസിനെ കുറിച്ചും അവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെക്കുറിച്ചും ഒരു ഐഡിയ ഉണ്ടാക്കുകയും ചെയ്യുന്നു. സോ ഇവിടെ നമ്മൾ തന്നെയാണ് സ്വയം ലേൺ ചെയ്തത്. ആ ഒരു പ്ലേസിനെ കുറിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി. സോ ഇതുപോലെ തന്നെയാണ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗും. ഇവിടെ ഇൻപുട്ട് ഡേറ്റയിൽ നിന്നും പാറ്റേൺസ് അല്ലെങ്കിൽ ഗ്രൂപ്പ്സ് മോഡൽ ഡിസ്കവർ ചെയ്യുന്നു. സോ ബേസിക്കലി മോഡൽ ഓട്ടോമാറ്റിക്കലി ഐഡൻറ്റിഫൈ മീനിങ്ഫുൾ പാറ്റേൺസ് ഫ്രം അൺലേബിൾഡ് ഡേറ്റ സെറ്റ്സ്. അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിൽ മെയിൻലി 2 കാറ്റഗറീസാണ് ഉള്ളത്: ക്ലസ്റ്ററിംഗ്, ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ. ഇതിൽ ആദ്യത്തേതാണ് ക്ലസ്റ്ററിംഗ്. സോ എന്താണ് ക്ലസ്റ്ററിംഗ്? ക്ലസ്റ്ററിംഗ് എന്നത് ഇൻപുട്ട് ഡേറ്റയെ അവയുടെ സിമിലാരിറ്റിയുടെ ബേസിൽ ഗ്രൂപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. സോ ക്ലസ്റ്ററിംഗ് ഹെൽപ്സ് ടു ഡിസ്കവർ ഹിഡൻ പാറ്റേൺസ് ഇൻ ദി ഡേറ്റ ആൻഡ് ഓർഗനൈസ് ഇറ്റ് ഇൻ ടു മീനിങ്ഫുൾ ഗ്രൂപ്പ് ബേസ്ഡ് ഓൺ സിമിലാരിറ്റീസ്. ഫോർ എക്സാമ്പിൾ, പലതരത്തിലുള്ള ഫ്രൂട്ട്സ് അടങ്ങിയ ഒരു ബാസ്ക്കറ്റ് കൺസിഡർ ചെയ്യുക. ഈ ഒരു ബാസ്ക്കറ്റിൽ നിന്നും ഓരോ ടൈപ്പിലുള്ള ഫ്രൂട്ടും ഗ്രൂപ്പ് ചെയ്യുന്ന ഒരു സെനാരിയോ നോക്കാം. ഫോർ എക്സാമ്പിൾ, ആപ്പിൾസ് എല്ലാം ഒരു ഗ്രൂപ്പ്, ഓറഞ്ചസ് എല്ലാം മറ്റൊരു ഗ്രൂപ്പ്, അങ്ങനെ ഓരോ ഫ്രൂട്ടും ഓരോ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഓരോ ബാസ്ക്കറ്റിലേക്ക് മാറ്റുന്ന ഒരു സെനാരിയോ നോക്കാം. ഇവിടെ അവയുടെ സൈസ് ആൻഡ് കളർ എന്നിവയുടെ ബേസിൽ ഗ്രൂപ്പ് ചെയ്യുന്നു. ഇതുപോലെ തന്നെയാണ് ക്ലസ്റ്ററിംഗ്. ബേസിക്കലി ഡേറ്റ അവയുടെ സിമിലാരിറ്റിയുടെ ബേസിൽ തരംതിരിക്കുന്ന ഒരു മെത്തേഡാണ്. ഇവിടെ ഈ ഒരു ഇമേജിൽ കുറച്ച് ഡേറ്റ പോയിൻറ്റ്സ് കാണാം. ഈ ഒരു ഗ്രാഫ് ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറച്ച് ഡേറ്റ പോയിൻറ്റ്സ് ചില ഏരിയയിൽ കുറച്ച് കൂടുതലായിട്ട് കാണാൻ സാധിക്കും. ദാറ്റ് മീൻസ് ആ ഏരിയയിലുള്ള ഡേറ്റ സെറ്റ്സ് ഒരു സിമിലാരിറ്റി അല്ലെങ്കിൽ ഒരു കോമൺ ക്യാരക്ടറുള്ള ഡേറ്റ സെറ്റ്സ് ആണ്. സോ ഇവിടെ ക്ലസ്റ്ററിംഗ് അൽഗോരിതം ചെയ്യുന്നത് ഇങ്ങനെ കോമൺ ആയിട്ടുള്ള ഡേറ്റ പോയിൻറ്റ്സിനെ ഓരോ ക്ലസ്റ്ററിലേക്ക് അഥവാ ഓരോ ഗ്രൂപ്പിലേക്ക് അസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്ലസ്റ്റർ 1, ക്ലസ്റ്റർ 2 എന്നിങ്ങനെ ഓരോ ക്ലസ്റ്ററിലേക്ക് അസൈൻ ചെയ്യുന്നു. സോ ഇങ്ങനെ ക്ലസ്റ്ററിംഗ് ചെയ്തു കഴിഞ്ഞാൽ ഓരോ ഡേറ്റ പോയിൻ്റ് എടുക്കുകയാണെങ്കിൽ അവ ഏതെങ്കിലും ഒരു ക്ലസ്റ്ററിൽ അസൈൻഡ് ആയിരിക്കും. ക്ലസ്റ്ററിങ്ങിൻ്റെ യൂസ് കേസസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഇതിൽ മെയിനായിട്ടുള്ള യൂസ് കേസസ് ആണ് കസ്റ്റമർ സെഗ്മെൻറ്റേഷൻ, ഇമേജ് സെഗ്മെൻറ്റേഷൻ, അനോമലി ഡിറ്റക്ഷൻ എന്നിവ. ഇവിടെ കസ്റ്റമർ സെഗ്മെൻറ്റേഷനിൽ പർച്ചേസിംഗ് ഹിസ്റ്ററിയുടെ ബേസിൽ കസ്റ്റമേഴ്സിനെ ഗ്രൂപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ഓൺലൈൻ സ്റ്റോറിൽ കസ്റ്റമേഴ്സിൻ്റെ ഡേറ്റ, കസ്റ്റമേഴ്സിൻ്റെ പർച്ചേസിംഗ് ഹിസ്റ്ററി, ടൈപ്പ് ഓഫ് ഇൻട്രസ്റ്റ്, ഏജ് തുടങ്ങിയ ഫീച്ചേഴ്സ് യൂസ് ചെയ്ത് കസ്റ്റമേഴ്സിനെ ഗ്രൂപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യുന്നത് കൊണ്ട് ആ ഒരു ഇൻഫർമേഷൻ യൂസ് ചെയ്തുകൊണ്ട് ബിസിനസ്സിൽ ഇംപ്രൂവ്മെൻ്റ് ഉണ്ടാക്കുവാൻ സാധിക്കും. കസ്റ്റമർ സെഗ്മെൻറ്റേഷന് വേണ്ടി മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന അൽഗോരിതമാണ് കെ മീൻസ് ക്ലസ്റ്ററിംഗ്. ഇതുപോലെ മറ്റൊരു യൂസ് കേസാണ് അനോമലി ഡിറ്റക്ഷൻ. ഇതിൻ്റെ മെയിൻ ഗോൾ എന്നത് നോർമൽ ബിഹേവിയറിൽ നിന്നും ഡീവിയേറ്റ് ചെയ്ത് കാണിക്കുന്ന ഡേറ്റ ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. ലൈക്ക് ഫ്രോഡ്, ട്രാൻസാക്ഷൻ ഡിറ്റക്ഷൻ എന്നിവ. ഫോർ എക്സാമ്പിൾ, ഇതൊരു സാമ്പിൾ ട്രാൻസാക്ഷൻ ഡേറ്റ സെറ്റാണ്. ഇതിൽ ഡിഫറൻറ്റ് കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്ത പ്രൊഡക്റ്റ്, ട്രാൻസാക്ഷൻ എമൗണ്ട്, ടൈം, ലൊക്കേഷൻ എന്നീ ഡീറ്റെയിൽസ് കാണാം. ഈ ഒരു ഡേറ്റ ശ്രദ്ധിക്കുകയാണെങ്കിൽ ചില എൻട്രീസ് അബ്നോർമൽ എമൗണ്ട്സ് കാണാം. ഇവിടെ ട്രാൻസാക്ഷൻ ID 6 and 10 എന്നിവ നോക്കുകയാണെങ്കിൽ അവയുടെ എമൗണ്ട് നോർമൽ എമൗണ്ടിനേക്കാളും കൂടുതലാണ്. ബാക്കിയുള്ള ഡേറ്റയുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതൊരു അബ്നോർമൽ ബിഹേവിയർ ആണ്. സോ ഇങ്ങനെയുള്ള അബ്നോർമൽ ഡേറ്റ ഡിറ്റക്ട് ചെയ്യാൻ ക്ലസ്റ്ററിംഗ് യൂസ് ചെയ്യാറുണ്ട്. ഇതിനുവേണ്ടി കോമൺലി യൂസ് ചെയ്യുന്ന ഒരു അൽഗോരിതമാണ് ഐസൊലേഷൻ ഫോറസ്റ്റ്. സോ ഇങ്ങനെ ഡിറ്റക്ട് ചെയ്യുന്ന ഡേറ്റ ഫർദർ അനാലിസിസിലൂടെ ഫ്രോഡ് ട്രാൻസാക്ഷൻ ആണോ അല്ലയോ എന്ന് ഡിറ്റക്ട് ചെയ്യുവാൻ സാധിക്കും. അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിൻ്റെ മറ്റൊരു കാറ്റഗറിയാണ് ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ. ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ ഈസ് ദി പ്രോസസ് ഓഫ് റെഡ്യൂസിങ് ദി നമ്പർ ഓഫ് റാൻഡം വേരിയബിൾസ് അണ്ടർ കൺസിഡറേഷൻ. മീൻസ് ഒരു ഹൈ ഡയമെൻഷൻ സ്പേസിൽ നിന്നും ലോവർ ഡയമെൻഷൻ സ്പേസിലേക്ക് ഡേറ്റ ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അതായത് ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ എന്ന വേർഡ് എടുക്കുകയാണെങ്കിൽ ഡേറ്റയുടെ ഡയമെൻഷൻ റെഡ്യൂസ് ചെയ്യുക എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മീൻസ് ഇൻഫർമേഷൻ ലോസ് ആകാതെ ഡേറ്റയുടെ ഡയമെൻഷൻസ് കുറയ്ക്കുക എന്നതാണ് ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ മീൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, എ ഡേറ്റ സെറ്റ് ഓഫ് ഇമേജസ് എടുക്കാം. ഇവിടെ
ഓരോ ഇമേജും ഹാൻഡ് റിട്ടൺ ഡിജിറ്റ്സ് 0 to 9 ആയിട്ടുള്ള ഇമേജസ് ആണ് എന്ന് കരുതുക. ഇവിടെ ഓരോ ഇമേജിൻ്റെ ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് 28 into 28 പിക്സൽ ഡയമെൻഷൻ ആണ് എന്ന് കരുതുക. സോ ഓരോ ഇമേജും റെപ്രസെൻറ്റ് ചെയ്യുന്നത് 28 into 28 മീൻസ് 784 ഡയമെൻഷൻസ് ആണ്. സോ ഇത്രയും വലിയ ഡയമെൻഷൻസ് ഹാൻഡിൽ ചെയ്യാനും അനലൈസ് ചെയ്യാനും വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ്. ഇമേജിൻ്റെ ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് കൂടുന്നതനുസരിച്ച് അതുപോലെ പല ഇമേജസ് വരുന്നത് അനുസരിച്ച് ഡയമെൻഷൻസ് ഇൻക്രീസ് ആയിക്കൊണ്ടേയിരിക്കും. സോ ഇത് ഹാൻഡിൽ ചെയ്യാൻ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ്. സോ ഇങ്ങനെയുള്ള ഡേറ്റ ഡൈമെൻഷനാലിറ്റി റിഡക്ഷൻ യൂസ് ചെയ്ത് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. സോ ബേസിക്കലി ലാർജ് ഡേറ്റാ സെറ്റിനെ സ്മാളർ ഡേറ്റാ സെറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. അതായത് നമ്പർ ഓഫ് വേരിയബിൾസ് ഡിക്രീസ് ചെയ്യുന്നു. ആവശ്യമുള്ള ഡേറ്റ നിലനിർത്തുകയും ബാക്കിയുള്ള ഡേറ്റ ഒഴിവാക്കുകയും ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഡൈമെൻഷനാലിറ്റി റിഡക്ഷൻ. ഇന്നത്തെ വീഡിയോയിൽ അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങിനെ കുറിച്ചും അവയുടെ കാറ്റഗറീസായ ക്ലസ്റ്ററിംഗ്, ഡൈമെൻഷനാലിറ്റി റിഡക്ഷൻ എന്നിവയെക്കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് വീഡിയോയിൽ റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിങ്ങിനെ കുറിച്ചായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ആൾ അബൌട്ട് ടുഡേയ്സ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.